നമസ്കാരം. 300-ലധികം സീറ്റുകൾ നേടി ബി.ജെ.പി. വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന് സർവേ ഫലം. അടുത്ത ടീമിൽ 2 വർഷം കൂടി പ്രധാനമന്ത്രി പദത്തിൽ പൂർത്തിയാക്കിയാൽ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ ജവഹർലാൽ നെഹ്റു മാത്രം. വിനു തൊട്ടു പിന്നിലെത്തും നരേന്ദ്രമോദി. മൂന്നാമതും കേവല ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന പ്രവചനവുമായി എ.ബി.പി. സി വോട്ടർ സർവേയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 28 പാർട്ടികൾ ചേർന്ന് 335 സീറ്റുകൾ വരെ നേടി എൻ.ഡി.എ അധികാരത്തിലെത്തുമ്പോൾ 28 പാർട്ടികൾ ചേർന്നുള്ള ഇന്ത്യ സഖ്യത്തിന് 165 മുതൽ 205 വരെ സീറ്റുകൾ മാത്രമേ നേടാൻ സാധിക്കൂവെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറൻ മേഖലകളിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും നേട്ടം കൈവരിക്കുമെന്ന് എ.ബി.പി. സി വോട്ടർ സർവേ പ്രവചിക്കുന്നു. എന്നാൽ തെക്കൻ മേഖലയിൽ ആധിപത്യം ഇന്ത്യ സഖ്യത്തിനാകുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയും ഇന്ത്യ മുന്നണിയിൽ തുടരുന്ന തർക്കങ്ങളും കോൺഗ്രസിനോടുള്ള ഒറ്റപ്പെടുത്തലും എൻ.ഡി.എ വിപുലീകരണവും രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായമാണ് സർവേ പറയുന്നത്. ഇനി ഈ സർവേ പ്രകാരമോ അല്ലാതെയോ എൻ.ഡി.എ വീണ്ടും അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രിയായി തുടർച്ചയായി 3-ാം വട്ടവും നരേന്ദ്രമോദി തന്നെ എത്തിയാൽ അതും ഒരു ചരിത്രമാകും. രാജ്യത്ത് തുടർച്ചയായി 3-ാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്ന നേട്ടമാണ് നരേന്ദ്രമോദിയെ അടുത്ത തിരഞ്ഞെടുപ്പ് വിജയിച്ചാൽ കാത്തിരിക്കുന്നത്. തുടർച്ചയായി 17 വർഷം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ജവഹർലാൽ നെഹ്റു മാത്രമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 2 വർഷം അധികാരത്തിൽ തുടർന്നാൽ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ മോദിക്ക് മുന്നിലുണ്ടാവുക. ഇന്ദിരാഗാന്ധി 15 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിലും 4 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് 11 വർഷം മാത്രമേ അവർ തുടർച്ചയായി അധികാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. നരേന്ദ്രമോദി ഇതുവരെ വിജയിച്ച 2 തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലെത്തിയിരിക്കുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.